ഹലോ നമസ്കാരം. നമ്മൾ ഇന്നൊരു വേറിട്ട വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പരസ്പര വിരുദ്ധമായി സംസാരിക്കുകയാണെങ്കിൽ, അതും 1 മിനിറ്റ് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബർ ആണെങ്കിൽ 5000 രൂപ അല്ലെങ്കിൽ 100 രൂപ. നമുക്ക് നോക്കാം. ഓക്കെ, പേരെന്താ? മുക്കോ. മുക്കോ. നാട് എവിടെയാ? പാത്തുമ്മ. ഇട്ടിരിക്കുന്ന കളർ ഏതാ? സാമ്പാറും ചോറുന്നു. ശരി. വീട്ടിലാരൊക്കെ? വീട്ടില് കൊറേ കോഴികളുണ്ട്. അത് ഏകദേശം ബന്ധമുണ്ട്, അത് വെച്ചില്ല. ഓക്കെ. ഹസ്ബൻഡിന്റെ പേര്? കടലിൽ നല്ല തിരമാലുണ്ട്. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ശരി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ഫുള്ള് സപ്പോർട്ടാട്ടോ. പറ ബാക്കി. സാമ്പാറും ചോറും കഴിച്ച്. ആണോ? ചേച്ചി എന്താ ചെയ്യുന്നേ? ഞാനിപ്പോ നടന്നു പോയി. പരസ്പര വിരുദ്ധമായി സംസാരിക്കണേ. 1 മിനിറ്റ് സംസാരിച്ച സമ്മാനമുണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ. എന്താ പേര്? കറുപ്പ്. വീട് എവിടെയാ? നല്ല കടല്. ഇവിടെ എന്തിനു വന്നാ? കോയിനെ കയറ്റാൻ. കോഴീനെ കയറ്റാൻ. അത് ഏകദേശം ഉത്തരാണ്, പക്ഷെ കുഴപ്പമില്ല. ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ കളർ? ഉസ്മാൻ. ഉസ്മാൻ. അത് വീട്ടിലാരൊക്കെ ഉണ്ട്? നല്ല കടല്. ചെരുപ്പ് ഏതാ? ഇത് കളർ ഏതാ? കോഴിക്കോട്. പഠിക്കുന്ന എവിടെയാ? കറുപ്പ്. വീട് എവിടെയാ? 8 അത് ശരി. 8ലാണോ പഠിക്കുന്നത്? കടല് തീരെ ഇല്ല. അല്ലേ? വെള്ളം എങ്ങനെയുണ്ട്? മഴ കുറവാ. ആണോ? അത് ശരി. ഇതിപ്പോ ഭയങ്കര ചൂടില്ലേ? സാധാരണ ഇവിടെ ഒരു ഇരുട്ടടിച്ചുകൊണ്ടാണ് ഉണ്ടാവല്, പക്ഷെ ഭയങ്കര പോയി. ഏകദേശം സാധാരണ ഇവിടെ ഇരുട്ടടിച്ച പോലെ എന്ന് പറഞ്ഞപ്പോ അവിടെ പോയി. ഓക്കെ, എന്നാ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, എന്നാ പേരെന്താ? റെഡി സ്റ്റാർട്ട് പറയുമ്പോ നമുക്ക് നോക്കാവേ. പേരെന്താ? കുറ്റിപ്പുറം. വീട് എവിടെയാ? വീട് ഷാമില്. ഷാമിൽ. പിന്നെ എന്താ ചെയ്യുന്നേ? ഞാൻ ജോബ് ചെയ്യാം. തീർന്നു. നിക്ക്. ചാനല് അല്ല, പേരെന്താ? കോഴിക്കോട്. സോറി. അപ്പൊ നാട് കോഴിക്കോട്. പോയി. സാരമില്ല. ഇനി നമുക്ക് ഓക്കെ 1 മിനിറ്റ്. അപ്പൊ ഞാൻ സ്റ്റോപ്പ് വാച്ച് വെക്കും. 1 മിനിറ്റ് പരസ്പര വിരുദ്ധമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സമ്മാനമുണ്ട്. ഓക്കെ, നോക്കാം. സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ. പേരെന്താ? ഞാൻ ഇന്നാ വന്നത്. വീട് എവിടെയാ? നല്ല രസമുണ്ടായിരുന്നു ഫുഡൊക്കെ. നല്ല കാറ്റില്ലേ? ഉമ്മമ്മക്ക് പോവാ. സമയായി. എന്താ ചെയ്യുന്നേ? പഠിക്കണോ? നല്ല ഭംഗിയുണ്ടല്ലേ അത് കാണാൻ വേണ്ടിക്ക്. അതെന്താ ഡ്രസ്? എന്താ കളർ? എന്താ സാധനോ? ഇത് സ്പെക്സ് എവിടെ നിന്ന് എടുത്തേ? നല്ല തിരയുണ്ട്. നല്ല തിരയുണ്ട് അല്ലേ? ആ കുട്ടി കാണാൻ ഭംഗിയുണ്ട്. ഇത് കൊണ്ടോടാ. ശരി. ക്യാപ്പ് എങ്ങനെയുണ്ട്? എന്തൊരു ചൂട് ഇവിടെയൊക്കെ. ആണല്ലേ? ഇവിടെ മഴയില്ല. ആ പേരെന്താ വായിക്കാ? അതുപോലെ അതെന്താ വായിക്കത്? എന്നാലും സമയം കുറയല്ലേ? പഠിക്കാണോ? അവരുടെ പേരെന്താ? രാജപ്പൻ. നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാ. വിശക്കുന്നുണ്ട്. ഉണ്ടോ? എന്താ കഴിക്കാൻ താല്പര്യം? ചേട്ടന്റെ പേരെന്താ? വേറെന്തൊക്കെയുണ്ട് വിശേഷം? തണുപ്പൊന്നും ഇല്ല, മഴയാണ്. എന്നാലും തണുപ്പില്ല, ചൂടാ. പാസ്സായി ജയിച്ച്. പിന്നല്ല. അപ്പൊ 100 രൂപ സമ്മാനമായിട്ട് ലഭിച്ചിരിക്കുകയാണ്. സബ്സ്ക്രൈബർ ആണോ നോക്കൂ. അങ്ങനെയാണെങ്കിൽ 5000 രൂപ കിട്ടും. നോക്ക്, സബ്സ്ക്രൈബർ ആവണേന്ന്. അതില്ലേ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യട്ടെ. നോക്കാം. പേരെന്താ? ആകാശം എന്നൊരു പേരായിട്ട് കൂട്ടാൻ, പക്ഷെ കുഴപ്പമില്ല. ഓക്കെ, ഫൈൻ. പിന്നെ നാട് എവിടെയാ? നാട് കടയില്. തീർന്നു. ഓക്കെ, അതവിടെ തീർന്നു. ഇനി അടുത്ത ആള്. ആ കടയില് ബന്ധമുണ്ടല്ലോ. പറ്റും. യു ക്യാൻ. ഓക്കെ, ബൈ. അപ്പൊ തുടങ്ങാം. നോക്കാം. പിന്നെ ശ്വാസം എടുത്തോ. അപ്പം സ്റ്റാർട്ട് ചെയ്യാം.
പേരെന്താ? പറയാൻ മനസ്സില്ല. അത് ഉത്തരവല്ലേ? അതിന് ഉത്തരവല്ലേ? പേരാവുന്നേ. അത് പേരല്ല, കറക്റ്റ് ഉള്ള ഒരു ഉത്തരവല്ലേ? ഇപ്പൊ പറയാൻ മനസ്സില്ല എന്ന് പറയുന്നത് ഉത്തരവല്ലേ? പക്ഷെ അതല്ലല്ലോ ചോദിച്ചത്. പേരെന്താണെന്ന് പേരെന്താണെന്നാണ് ചോദിച്ചത്. പക്ഷെ അതൊരു ഉത്തരവല്ലേ? മനസ്സിലായില്ലേ? അന്ന് ഒന്നോടെ പോവാം, ലാസ്റ്റ് ആണ്. ഇത് എന്റെ വക. ഓക്കെ, ഇതേ അപ്പൊ ഒന്നോടെ നോക്കാം. വീട് എവിടെയാ? അറിയില്ല. അത് ഉത്തരവാ. സമ്മാനം ഉണ്ടോ നോക്കാം. ഓക്കെ, എന്താ പേര്? നാട്ടില്ല. നാട് എവിടെയാ? പേര് പ്രജൻ. അത് ശരി. എന്താ ചെയ്യുന്നേ? ഇന്ന് പീഡിയ പോകണ്ടേ? അത് ശരി. പീഡിയ എവിടെയാ? പീഡിയയില് പലഹാരം മേടിക്കാനോ പോയത്. തീർന്ന് ഡയറക്റ്റ് ഉത്തരായില്ലേ? അങ്ങനെയാ. പീഡിയയില് പീഡിയ എവിടെയാന്ന് ചോദിച്ചു. പീഡിയയില് പലഹാരം മേടിക്കാൻ പോവാന്ന് പറഞ്ഞില്ലേ? ബന്ധമില്ലേ ഇത്? അങ്ങനെ. ആ ഓക്കെ, ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുസൃതിയല്ല, പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുക. പരസ്പര വിരുദ്ധമായിട്ട്. പേരെന്താന്ന് ചോദിക്കുകയാണെങ്കിൽ കടല് കാണാൻ നല്ല ഭംഗിയുണ്ട്. ആരാ നോക്കുന്നത്? അത് ആരാ പോന്നെ? യൂട്യൂബ്. അത് ഞാൻ പറയില്ല. അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ചാനൽ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ 1 മിനിറ്റ് മര്യാദയ്ക്ക് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതാ പറഞ്ഞ് 5000 രൂപ കിട്ടും. ചെയ്യാത്തവർക്ക് 100 രൂപ. സെറ്റാണോ? ഓക്കെ, സ്റ്റാർട്ട്. 2 ചാൻസ്. നിങ്ങൾ എത്രയും പേരുള്ളതുകൊണ്ട് 2 ചാൻസ് കൊടുക്കും. ഓക്കെ, അപ്പൊ നോക്കാം. പേരെന്താ? ലക്ഷദ്വീപില് കാക്കുണ്ട്. അത് ശരി. ലക്ഷദ്വീപിൽ എവിടെ കാക്കുള്ളേ? അവിടെ ഒരു കപ്പലിതാ. ശരി. അപ്പൊ ഇവിടെ കടൽ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? മാളില് നല്ല ആൾക്കാരുണ്ട്. വീട് എവിടെയാ? കാട്ടില് കുരങ്ങന്മാരുണ്ട്. അത് ശരി. കുരങ്ങന്മാരുണ്ട്. വയലില് കാക്കുണ്ട്. അത് ശരി. ഇപ്പൊ എവിടെന്നാ വരുന്നേ? ബീച്ച് നിറച്ച ആൾക്കാരാണ്. നല്ല തിരക്ക്, അവിടെ പോകാൻ പാടില്ല. ഏകദേശം ബന്ധമായി. കുഴപ്പമില്ല. ഓക്കെ, ഫൈൻ. എത്രയല്ലേ പഠിക്കുന്നേ? ഓക്ക് താടി ഉണ്ട്. അത് ശരി. അതെങ്ങനെ നീ കണ്ടുപിടിച്ചേ? കാക്ക പറക്കുന്നുണ്ട്. കാക്കയെ വിട്ടുള്ള കളിയില്ല. കാക്കേന്റെ കളർ എന്താ? പശുവിന് വെള്ളയാ. ആണോ? പശുവിന് വെള്ളയാണോ? അത് ശരി. ഓക്കെ. ഈ ഡ്രസ്സിന്റെ കളർ എന്താ? ആകാശം നിറച്ചും പരുന്താ. ആണല്ലേ. വീട് എവിടെയാ? നെപ്റ്റ്യൂണില് നല്ല തണുപ്പാ. നെപ്റ്റ്യൂണിലാണോ വീട്? നെപ്റ്റ്യൂണില് തണുപ്പാ. ഓക്കെ, ഏകദേശം 1 മിനിറ്റ് ആയി തോന്നടാ. ഓക്കെ, വിജയ്. ഏകദേശം എവിടെയൊക്കെ പോയി, പക്ഷെ സാരമില്ല. നിങ്ങൾ പിള്ളേർ എന്താ ചെയ്യുന്നേ? +1 ഓക്കെ, ഫോൺ എടുക്ക്. സബ്സ്ക്രൈബർ ആണോ നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ 5000 രൂപ കിട്ടും. ഞാൻ പറഞ്ഞുതരാം. നോക്ക്, വീഡിയോ ഇല്ലേ? പിന്നെ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബർ ആണെങ്കിൽ 5000 രൂപ സമ്മാനമുണ്ട്. നോക്കാം നമുക്ക്. യൂട്യൂബ് അല്ല. യെസ് ബ്രോ. പേരെന്താ? ഷിജു. തീർന്നില്ല പരിപാടി. ഒരു പേര് റിലേറ്റഡ് ആയിട്ട് ഒന്നും പറയാൻ പാടില്ല. അങ്ങനെയാണ്. ആരേലും ഒരു തീരുമാനമാക്കി. ഓക്കെ, കുട്ടി ആദ്യം തൊട്ടേ ഉള്ള. ഓക്കെ, നോക്കാം. പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കാം. വീട് എവിടെയാ? കടലില് ഭയങ്കര തണുപ്പ് ആണല്ലേ. എന്നെ എക്സ്പ്രഷൻ ആണ് ഇടുന്നത്. അത് ശരി. വീട് എവിടെയാന്ന് പറഞ്ഞാൽ ഓരൊക്കെ എന്തായാലും എവിടെ നടക്കുന്ന ഒരു ഇതില്ല. പേരെന്താ? കാക്കൊന്നുമില്ല. ആണോ? കാക്കേനാട്ടോ എവിടെ പിടുത്തം. കാക്കേന്റെ കളറ്? കടല് കൊറേ തിരമാല ഇങ്ങനെ വരുന്നുണ്ട്. ആണല്ലേ. ഡ്രസ്സിന്റെ കളർ ഏതാ? നല്ല ശബ്ദമുള്ള. നിങ്ങളൊക്കെ എല്ലാരും എങ്ങോട്ടാ? ആ ഏട്ടന്റെ ക്യാപ്പ്. അത് ശരി. ആ ക്യാപ്പിന്റെ കളർ ഏതാ? അതാരാ? തീർന്നു. അയ്യോ, കൊണ്ട കളഞ്ഞ്. ഏതോ ആള്. ഓക്കെ, ഫൈൻ, സാരമില്ല. വീട് എവിടെയാ? കാക്ക പറക്കുന്നു. കാക്കയ്ക്ക് എന്താ കളറ്? മലപ്പുറം. മലപ്പുറത്ത് എവിടെയാ വീട്? കടലിലാണോ വീട്? എല്ലാ ഓക്കെ, ഭയങ്കര കോൺഫിഡൻസ് ആണോ? ഭയങ്കര കോൺഫിഡൻസാ. ഓക്കെ, നോക്കാം. ഓക്കെ, തുടങ്ങാം. 1 മിനിറ്റ് ആണ് സമയം. ഓക്കെ, ഇല്ല, ഒരാൾക്ക്. സമയം ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, തുടങ്ങാം. പേരെന്താ? മലപ്പുറം.
മലപ്പുറം ഒരു പേരാണ്. ഓക്കെ, വിട്ടേക്കാം. അത് പേരായിക്കൂടെ? സാറല്ല. ഓക്കെ, ഫൈൻ. വീട് എവിടെയാ? കടലാണ്, നല്ല ഭംഗിയുണ്ട്. ശരി, ഞാൻ പറഞ്ഞു ഇത്ര ഇത് ഇവിടെ എന്തിനാ വന്നാ? ചായ കുടിക്കാൻ പോവാ. ഏകദേശം ഓക്കെ, ഒന്നോടെ വിട്ടിരിക്കുന്നു. ഇതൊക്കെ ആരത്? അയ്യോ ഏകദേശം തീർന്നു വേടി. ഓക്കെ, നോക്കാം. ഓക്കെ, ഒരു മിനിറ്റ് ആണ്. ഒരു മിനിറ്റ് പിന്നെ ഇങ്ങനെ പറയുകയാണെങ്കിൽ സമ്മാനമുണ്ട്, ക്യാഷ് പ്രൈസ്. ഓക്കെ, ചേച്ചിയുടെ പേരെന്താ? നല്ല ഭംഗിയുണ്ട് കടൽ കാണാനായിട്ട്. തുടങ്ങി. ശരി, ഇതാരത്? അത് ഫ്ലാറ്റ് അല്ലയോ? ഇത് ഫാമിലി ആണോ? ആ വരുന്നവരെ കാണാൻ നല്ല രസമുണ്ട്. അതെ, പർദ്ദയാണോ? പർദ്ദേന്റെ അവിടെ പറഞ്ഞു. പർദ്ദേന്റെ അവിടെ പറഞ്ഞു. അയ്യോ, മാറിപ്പോയി. അത് കേട്ടില്ലേ? ഇല്ല, കേട്ടില്ല. ഓക്കെ, ഫൈൻ, കുഴപ്പമില്ല. ഓക്കെ, അത് ശരി. ഇത് മക്കളാണോ? എന്തൊരു സ്പീഡിലെ വണ്ടിയൊക്കെ പോകുന്നത്. ആ വണ്ടിയാണോ? വണ്ടി പോകുന്നത്. വണ്ടി പോകുന്നത്. അയ്യോ. ഹലോ, നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ നറുക്കെടുപ്പാണ് നമ്മൾ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പം 3 പേരാണ് കറക്റ്റ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഞാൻ ജനിച്ചത് 1992 ഡിസംബർ 3-നാണ്. അപ്പം എനിക്ക് 31 വയസ്സായി. അപ്പം 31 എന്ന് കമന്റ് ചെയ്തിരിക്കുന്നത് 3 പേരാണ്. ഒന്ന് എന്ന് പറയുന്നത് രാജൻ PK. ഞാൻ രാജൻ PK എന്ന് ഇട്ടിട്ടുള്ളൂ. രാജൻ PK. പുള്ളിയുടെ അടുത്തത് അശ്വിൻ ലാൽ എന്ന വ്യക്തിയാണ്. പിന്നെ അഞ്ജന MP. ഈ 3 പേരാണ്. ഈ 3 പേർക്കാണ് ഇന്ന് നറുക്കെടുക്കാൻ പോകുന്നത്. പ്രാചീനമായ നമ്മുടെ നറുക്കെടുപ്പ് ശൈലി തന്നെയാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ നിങ്ങളെ കാണുക തന്നെ മടക്കുകയാണ്. ഓക്കെ, 1 ഇട്ടു. രണ്ടാമത്തെ ആളെ ഇട്ടു. മൂന്നാമത്തെ ആളെ ഇട്ടു. 3 പേരല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ രീതി തന്നെ യൂസ് ചെയ്യാം. ആർക്കാ കിട്ടുന്നത് നോക്കാം. ആരാ? രാജൻ PK. ബ്രോയ്ക്കാണ് കിട്ടിയിരിക്കുന്നത് 1000 രൂപ. നമ്മുടെ ഫസ്റ്റ് സമ്മാനമാണ്. ഓക്കെ, ക്യാഷ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചാറ്റിൽ ക്യാഷ് കിട്ടിയെന്ന് പറഞ്ഞിരുന്നേ. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ എല്ലാവരെയും അറിയിക്കുക, ഇങ്ങനൊരു ചാനലുണ്ട്, സമ്മാനം കൊടുക്കുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, താങ്ക്സ് ബ്രോ. ശരി. ഇനി അടുത്ത ആഴ്ചത്തേക്കുള്ള ചോദ്യമാണ്. അടുത്ത ശനിയാഴ്ച ആയിരിക്കും നറുക്കെടുപ്പ്. നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഏജ് എത്രയാണ്? എല്ലാവർക്കും ഗസ് ചെയ്യാവുന്നതും എല്ലാവർക്കും ഗൂഗിൾ നോക്കി കണ്ടെത്താവുന്നതുമാണ്. എല്ലാവർക്കും സമ്മാനം കൊടുക്കാൻ ആഗ്രഹമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. നിങ്ങൾ കമന്റ് ചെയ്യുക. നമ്മൾ ഏതെങ്കിലും ഒരു നറുക്കെടുപ്പ് മെത്തേഡുമായിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച കാണാം.